നമസ്കാരം. ഗസയിലെ ദുർബലമായ വെടിനിർത്തൽ 2 മാസം പിന്നിട്ടിരിക്കുന്നു. ഹമാസിനെ നിരായുധീകരിക്കാനും പുതിയ സേനയെ വിന്യസിക്കാനും അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയ അന്താരാഷ്ട്ര ഭരണം വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ആദ്യഘട്ടത്തിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും നടപ്പിലായിട്ടില്ല. കനത്ത മഴയിലും കൊടുങ്കാറ്റിലും കുഞ്ഞുങ്ങൾ തണുത്തുറഞ്ഞ് മരിക്കുകയാണ്. ട്രംപ് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ തായ്ലൻഡ് കംബോഡിയ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. വെടിനിർത്തലിന് ശേഷം ഗസയുടെ ജീവിതം എങ്ങനെ മാറിയെന്ന് നോക്കാം. അത്ഭുതകരമാണ് ഗസയുടെ അതിജീവനം. ഗസ സിറ്റിയിലടക്കം നൈറ്റ് ലൈഫ് സജീവമായിരിക്കുന്നു. വൈദ്യുതി ഗ്രിഡ് ആകെ തകർന്നിട്ടും ജനറേറ്ററുകൾ, സോളാർ പാനലുകൾ, കാർ ബാറ്ററികൾ എന്നിവ ഉപയോഗിച്ച് നഗരം പുനർനിർമ്മിക്കുകയാണ് ഫലസ്തീനികൾ. ഗസ സിറ്റിയിലെ ഹോളി ഫാമിലി ചർച്ചിൽ ക്രിസ്മസ് ഗാനങ്ങൾ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ തകർത്ത ഗസയിലെ പാഷ പാലസ് മ്യൂസിയം പുനർനിർമ്മിക്കുകയാണ് ഫലസ്തീനികൾ. 20 ലക്ഷത്തോളം മനുഷ്യർ വീടില്ലാതെയാണ് ഇപ്പോഴും ഗസയിൽ കഴിയുന്നത് എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ അലോസരപ്പെടുത്തേണ്ടതാണ്. റഫ അതിർത്തി തുറന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള സാമഗ്രികളും മറ്റും ഇസ്രായേൽ കടത്തിവിടുന്നില്ല. കൊടും ശൈത്യകാലമാണ് ഗസയിൽ ഇപ്പോൾ. ടെൻറ്റുകൾ ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങുന്നു. 20-ലധികം പേരാണ് മഴക്കെടുതിയിൽ മാത്രം കഴിഞ്ഞയാഴ്ച മരിച്ചത്. കുഞ്ഞുങ്ങളുടെ മിക്ക മരണങ്ങളും തണുത്തുറഞ്ഞാണ്. ഗസ സിറ്റിക്ക് പുറമെ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമം സജീവമാക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ അധികാര പരിധി അധിനിവേശ കിഴക്കൻ ജെറുസലേമിൻ്റെ ഭാഗമായ ഫലസ്തീൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ശ്രമം. ഇവിടെയുള്ള ഫലസ്തീനികളെ പുറത്താക്കാനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രേറ്റർ ജെറുസലേം പദ്ധതിയാണ് ഇസ്രായേൽ പൊടിതട്ടി എടുക്കുന്നത്. ഫലസ്തീനികളെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പുറന്തള്ളാൻ സൈന്യവും കയ്യേറ്റക്കാരും ക്രൂരതകൾ തുടരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചു എന്ന് അവകാശവാദം ഉന്നയിച്ച സംഘർഷമാണിത്. ഏഷ്യൻ പര്യടനത്തിനിടെ ഒക്ടോബറിൽ മലേഷ്യയിൽ ഒപ്പുവെച്ച കുലാലംപൂർ പീസ് അക്കോർഡ് എന്ന സമാധാന കരാർ തായ്ലൻഡ് സസ്പെൻഡ് ചെയ്തത് രാജ്യാന്തര തലത്തിൽ തന്നെ ട്രംപിന് തിരിച്ചടിയായി. തായ് സൈനികർക്ക് അതിർത്തിയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് വീണ്ടും യുദ്ധം തുടങ്ങുന്നത്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിർത്തി തർക്കമാണ്. 817 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ളത്. കംബോഡിയ ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്ന സമയത്ത് അവരാണ് ഈ അതിർത്തി നിർണയിച്ചത്. അന്ന് അതിർത്തി നിർണയത്തിൽ വരുത്തിയ അവ്യക്തതയാണ് ഇപ്പോഴത്തെ തർക്കങ്ങളുടെ പ്രധാന കാരണം. ഈ തർക്കം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് പ്രാസാത്ത, മോൺതാം തുടങ്ങിയ പുരാതന ക്ഷേത്രങ്ങളുടെ അവകാശത്തെ ചൊല്ലിയാണ് തർക്കങ്ങളും യുദ്ധങ്ങളും ഇടയ്ക്കിടെയുണ്ടാകുന്നത്. കംബോഡിയ തായ്ലാൻഡ് തർക്കത്തിലെ മർമ്മം പ്രാസാദ് പ്രിയാവിഹാർ പോലുള്ള ക്ഷേത്രങ്ങളാണ്. 1962 പ്രിയാവിഹാർ ക്ഷേത്രം കംബോഡിയയുടെ ഭാഗമാണ് എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചിരുന്നു. എന്നിട്ടും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ചില ഭാഗങ്ങളിൽ തായ്ലാൻഡ് അവകാശവാദം തുടർന്നു. ഈ ക്ഷേത്രങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ദേശീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകമാണ്. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.